ഹലോ എവരിവൺ, ഐ വിഷ് ചെങ്ങടി ഫൈറ്റ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മിസ്ഡ് അബോർഷനെ പറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ നമ്മൾ സ്കാൻ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കുട്ടിക്ക് 6ാമത്തെ ആഴ്ച സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടാവില്ല. ആ അവസ്ഥ നമ്മൾ പലരും മുഖീകരിച്ചിട്ടുണ്ടാവണം. അപ്പോൾ എന്താണ് മിസ്ഡ് അബോർഷൻ? നമ്മൾ അങ്ങനെ വരാതിരിക്കാൻ വല്ലതും ചെയ്യാൻ സാധിക്കുമോ? വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ പാനിക്കായിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ അതിനെപ്പറ്റി വിശദമായിട്ട് എന്റെ വീഡിയോ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് നേരിട്ട് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഹൈപ്പ് ഒന്ന് എനേബിൾ ചെയ്തേക്കാം. നമ്മളൊരു ചെറിയ സബ്സ്ക്രൈബർ ആണ്. അപ്പൊ ഹൈപ്പ് ബട്ടൺ ഒന്ന് എനേബിൾ ഒക്കെ ചെയ്ത് തന്നേക്കാം. ഓക്കെ, അപ്പൊ നേരിട്ട് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണ് എപ്പോഴാണെന്ന് പറയാം. അതിനുശേഷം നമ്മൾ വിശദമായിട്ട് പറയാം. അതായത് നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് കാണിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു 4 ആഴ്ച പ്രഗ്നന്റ് ആയിട്ടുണ്ടാവും. അതായത് ഒരു 14ാമത്തെ ദിവസം നോർമൽ പീരീഡ്സ് സൈക്കിളിനാണെങ്കിൽ 14ാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ നടക്കുക. ഓവുലേഷൻ നടന്നതിന് ശേഷം ഒരു 7 മുതൽ 9 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ എംബ്രിയോ നമുക്ക് ഇംപ്ലാന്റ് ആയിട്ടുണ്ടാവും. ഇംപ്ലാന്റ് ആയതിനു ശേഷമാണ് HCG എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ 7 മുതൽ 9 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 21 മുതൽ 23ാമത്തെ ദിവസമാണ് നമുക്ക് എന്താ പറയുക ഈ പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ട് കിട്ടാം. പ്രഗ്നൻസി പോസിറ്റീവ് ആവും 4 ആഴ്ചയിലാണ്. 4ാമത്തെ ആഴ്ചയിൽ നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റേഷൻ സാക്ക് കാണാൻ കഴിയും. അപ്പോൾ അതാണ് ഫീറ്റസിന്റെ ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ. അതിനുശേഷം 5ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്കും ഒരു യോഗ് സാക്ക് കാണാൻ പറ്റും. പിന്നെ 6ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്കും ഫീറ്റൽ പോൾ വന്നിട്ടുണ്ടാവും, ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നോർമലി ഒരു നോർമൽ സൈക്കിൾ 28 ഡേയ്സ് സൈക്കിളുള്ള ആൾക്കാർക്ക് ഒരു 6th വീക്ക് ആകുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ എല്ലാ കേസിലും എല്ലാവർക്കും കൃത്യം 14ാമത്തെ ദിവസം തന്നെ ഓവുലേഷൻ നടന്നു കൊള്ളണമെന്നില്ല. ചിലർക്ക് ലേറ്റ് ആയിട്ട് പീരീഡ്സ്, അതായത് ഒരു 35 സൈക്കിളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഓവുലേഷൻ നടക്കുക എന്ന് പറയുമ്പോൾ 14ാമത്തെ ദിവസം ആയിരിക്കത്തില്ല, 21ാമത്തെ ദിവസമൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ടൈം ഷെഡ്യൂൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അതായത് നമുക്കെന്ന് പറഞ്ഞാൽ ജസ്റ്റേഷൻ സാക്ക് കാണേണ്ട 4ാമത്തെ ആഴ്ച ചിലപ്പോൾ 5ാമത്തെ ആഴ്ചയിലേ കാണുള്ളൂ. അപ്പോൾ യോഗ് സാക്ക് കാണുന്ന 6ാമത്തെ ആഴ്ചയിൽ 7ാമത്തെ ആഴ്ചയിലൊക്കെ ആയിരിക്കും. ഹാർട്ട് ബീറ്റ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ 8 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ടൈം ഷെഡ്യൂൾ അങ്ങോട്ട് മൂത്തത് ചേഞ്ച് ആവും. അങ്ങനെയുള്ള ആൾക്കാർക്ക്, അതായത് ലേറ്റ് ആയിട്ട് പീരീഡ്സ് ആകുന്ന ആൾക്കാർക്ക് കൃത്യം 6ാമത്തെ ആഴ്ച സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഹാർട്ട് ബീറ്റ് കാണണം നിർബന്ധമില്ല. ചിലർക്കൊക്കെ വരാം, ചിലർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീബിൾ ഹാർട്ട് ബീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും 6ാമത്തെ ആഴ്ച ഹാർട്ട് ബീറ്റ് വന്നുകൊള്ളണം നിർബന്ധമില്ല. അപ്പോൾ 6ാമത്തെ ആഴ്ച പോയിട്ട് സ്കാൻ ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് വന്നില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക. എന്നാൽ ഡോക്ടേഴ്സ് മിക്കവാറും സപ്പോർട്ടീവ് ആയിട്ടുള്ള മെഡിസിൻ തരും, അല്ലെങ്കിൽ 1 വീക്ക് വെയിറ്റ് ചെയ്യാൻ പറയും. 1 വീക്കൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും സ്കാൻ ചെയ്തു, അപ്പോൾ ഒന്നും ചെയ്യാതെ തന്നെ ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ നിങ്ങൾ ആ ടെൻഷൻ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ അത് ടെൻഷൻ കാരണം അബോർഷനായി പോയാലേ ഉള്ളൂ, അല്ലാതെ നോർമലി ബേബിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഹാർട്ട് ബീറ്റ് താനെ വന്നോളും. ഇതാണ് നിങ്ങൾ അറിയേണ്ട ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഒരു പോസിറ്റീവായി ഹാർട്ട് ബീറ്റ് വന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ഒരു 8 ആഴ്ച വരെ എങ്കിലും വെയിറ്റ് ചെയ്യുക. ചില കേസുകളുണ്ട്, അതായത് IV പോലുള്ള കേസുകളുണ്ട്. അതായത് കൃത്യം നമുക്കറിയാം എംബ്രിയോ എന്നാണ് നമ്മൾ യൂട്രസിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്, അത് ഇംപ്ലാന്റ് ആവുന്ന എന്നായിരിക്കും, കൃത്യമായിട്ട് ടൈം ഷെഡ്യൂളുള്ള കേസുകളാണ്. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു 6ാമത്തെ ആഴ്ച കഴിയുമ്പോഴത്തേക്കും എന്തായാലും ഹാർട്ട് ബീറ്റ് ഒക്കെ വന്നിട്ടുണ്ടാകണം. ഇൻ കേസ് അതിലും വന്നില്ലെങ്കിൽ ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യും. എന്നിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. അങ്ങനെയുള്ള കേസുകളിൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി മാത്രമാണ് പോസിബിൾ ആയിട്ട് വരിക. നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തത് കൊണ്ട് അതിന് ഹാർട്ട് ബീറ്റ് വരില്ല. ഹാർട്ട് ബീറ്റ് വരാത്ത പ്രധാന കാരണം ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. അതായത് അമ്മയുടെയും അച്ഛന്റെയും ജീനിലെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് രണ്ടും കൂടി യുണൈറ്റഡ് ആയി കഴിയുമ്പോഴുള്ള കുട്ടിയുടെ ഫീറ്റസിന് ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസോർഡേഴ്സ്, അതായത് നമ്മൾക്ക് കിട്ടുന്ന എല്ലാ എഗ്ഗും സ്പെമും ഗുഡ് ക്വാളിറ്റി ആയിരിക്കണമെന്നില്ല, അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും നല്ലതിന് മാത്രമാണ് പ്രകൃതി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ, വളർത്തുള്ളൂ. അപ്പോൾ മോശമായതിന് അതിന് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നശിപ്പിച്ച് കളയാനുള്ള ശ്രമം പ്രകൃതിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ളത് എന്താ പറയുക, ഹാർട്ട് ബീറ്റ് വരില്ല, പിന്നീട് അങ്ങോട്ട് ഗ്രോ ചെയ്യില്ല, അത് തന്നെ നശിച്ചു പോകുന്നതാണ് കേസ്. അങ്ങനെയുള്ള കേസുകളിലാണ് അധികവും ഹാർട്ട് ബീറ്റ് വരാതിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്റെ ഫസ്റ്റ് എന്താ പറയാ IV പോസിറ്റീവ് ആയപ്പോൾ ഹാർട്ട് ബീറ്റ് വരാതെ നമ്മൾ ഡോക്ടർ പറഞ്ഞ കാര്യമാണ്. എന്ന് വെച്ചപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഉണ്ടാകുന്ന എല്ലാ എംബ്രിയോസും മോശമാണെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. മാത്രമല്ല എൻ്റെ അനുഭവത്തിലും ഞങ്ങൾക്ക് 3ാമത്തെ ട്രാൻസ്ഫറിൽ നമുക്ക് ഒരു പ്രശ്നമില്ലാത്ത ബേബി വന്നല്ലോ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെ എങ്കിലും നല്ലതുണ്ടാവും ചീത്തയുണ്ടാവും. അപ്പോൾ അത് നല്ലതിനെ മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ അങ്ങനെയുള്ള IVF പോലുള്ള കേസുകളിലാണെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഒന്നെങ്കിൽ മരുന്ന് കൊടുത്ത് ടെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡിയാൻസ് ചെയ്ത് അവസാനിപ്പിക്കേണ്ടി വരും ഇങ്ങനെയുള്ള പ്രഗ്നൻസികൾ.
പിന്നെ ചില കേസുകളുണ്ട്, അതായത് സ്കാൻ ചെയ്യുമ്പോൾ 6ാമത്തെ ആഴ്ച സ്കാൻ ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടാകും. പക്ഷെ പിന്നീട് വല്ല റിപ്പീറ്റ് സ്കാൻ ചെയ്യുമ്പോൾ 8ാമത്തെ ആഴ്ചയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വന്ന ഹാർട്ട് ബീറ്റ് നിന്ന് പോയിട്ടുണ്ടാകും. അങ്ങനെയുള്ള കേസസുകളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ മിക്ക കേസുകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഒന്നിൽ കൂടുതൽ തവണ 2 തവണ കൂടുതൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻ നടക്കുവാൻ ഹാർട്ട് ബീറ്റ് ഇല്ല അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് ചെയ്യേണ്ടി വരും. കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ ക്രോമസോമൽ ടെസ്റ്റുകളുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് പിന്നീട് പറയാം. അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് നമുക്ക് ഉറപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 2 അബോർഷൻ അങ്ങനെ 2ൽ കൂടുതൽ അബോർഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി മറ്റ് പ്രോബ്ലംസ് ഒന്നുമില്ല എന്ന് ഉറപ്പിച്ച ശേഷം പിന്നീട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത് കേട്ടോ. ഇങ്ങനെയുള്ള അബോർഷൻ നമ്മൾ പറയുന്നത് മിസ്ഡ് അബോർഷൻ എന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുറമേക്ക് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവത്തില്ല, പെയിൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. വളരെ സൈലന്റ് ആയിട്ട് വരുന്ന ഒരു അബോർഷൻ ആയിരിക്കും. അപ്പോൾ വെച്ചാൽ നമുക്കത് ഉൾക്കൊള്ളാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ സ്കാൻ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കായിരിക്കും ഇങ്ങനൊരു അബോർഷൻ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ട് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് പ്രധാന വിഷയം എന്നുള്ളത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഇങ്ങനെ മിസ്ഡ് അബോർഷൻ ആയ കേസിൽ ഒന്നും ചെയ്യാനില്ല, നമ്മളതിനെ ഉൾക്കൊള്ളാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നോർമലായിട്ടുള്ള പ്രഗ്നൻസി ആണെങ്കിൽ 1 വീക്ക് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഹാർട്ട് ബീറ്റ് വരാൻ നോക്കും. പിന്നെ ഡോക്ടേഴ്സ് സപ്പോർട്ടിങ് ആയിട്ടുള്ള മെഡിസിൻസ് എന്തെങ്കിലും തന്ന് നോക്കും. എന്നിട്ട് ഹാർട്ട് ബീറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാൻ തന്നെയാണ് വഴിയുള്ളൂ. പിന്നെ നമുക്ക് ആ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റും ഇല്ല എന്നുള്ള സത്യം. കാരണം പ്രകൃതി തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നല്ലതിനാണ് വേണ്ടത്, അല്ലാതെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേബിയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്താണ് പ്രകൃതി അത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഉൾക്കൊണ്ട് നമ്മൾ ആശ്വസിക്കുകയാണ് വേണ്ടത്. നമുക്ക് കിട്ടാനുള്ളത് നല്ലതിന് നമുക്ക് കിട്ടുമെന്ന് ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ടെൻഷൻ അടിക്കാതിരിക്കുക. പിന്നെ 6ാമത്തെ ആഴ്ച ആദ്യമേ പറഞ്ഞല്ലോ, 6ാമത്തെ ആഴ്ചയിലാണ് നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കാതിരിക്കുക. തീർച്ചയായിട്ടും അത് താനേ വന്നോളും. നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് പിന്നെ വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഇനിയും IVF സംബന്ധമായിട്ടുള്ള പ്രഗ്നൻസി സംബന്ധമായിട്ടുള്ള വീഡിയോകളും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ബൈ പറയുവാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.